الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. صدق الله العظيم. ഇവരെ പരസ്യപ്പെടുത്തത് ശരിയായിട്ടില്ല. ഈ യോഗം പൊതുജനങ്ങൾക്ക് കൂടി വരാവുന്നതാണെന്ന് പലരും മനസ്സിലാക്കിയിട്ടുമില്ല. നേരത്തെ പകലിൽ നടന്ന ആ ചർച്ചയുടെ പിന്തുടർച്ചയാണ് എന്നാണ് പലരും മനസ്സിലാക്കിയത്. അതുകൊണ്ട് കൂടുതൽ ജനങ്ങളെ ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുമില്ല. ഏതായാലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന കൂട്ടര് അതൊരു വേറിട്ട് നിൽക്കുന്ന എന്തോ ഒരു പുതിയ സാധനമാണെന്ന് പലരും പറഞ്ഞ് പലരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അതെന്തോ ഒരു പ്രത്യേക പാർട്ടി. ആ ധാരണ തിരുത്തപ്പെടേണ്ടതാണ്. അഹ്ലുസുന്നത്തി ഈ സുന്നത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ജമാഅത്തി ജമാഅത്തു സ്വഹാബത്ത് അവരുടെയും സുന്നത്ത് അതിൻ്റെ അഹ്ലുകാർക്കെന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്ത് ഫാത്തിഹയിൽ സൂറത്ത് ഫാത്തിഹ എന്നാൽ അതിന് ധാരാളം പേരുകൾ ഉണ്ട്. അതിലൊരു പേരാണ് സൂറത്തു തഅലീമിൽ മസ്അല. അല്ലാഹു തആലയോട് ചോദിക്കാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ചോദിക്കേണ്ടത് എങ്ങനെയാണ്, എന്താണ്, എന്ത് പഠിപ്പിക്കുന്നതാണ്, എന്താണ് അല്ലാഹുവോട് ചോദിക്കേണ്ടത്? ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. ഖുൽ മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, മാ യഅ്ബഉ ബിക്കും റബ്ബി, എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല, ലൗലാ ദുആഉക്കും, നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ. എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ പറഞ്ഞോട്ടും ഞാൻ അടിമകളുമായി വളരെ അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ, ദുആ ചെയ്യുന്നവരുടെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യും. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കാൻ അള്ളാഹു തആല ഖുർആനിലൂടെ നമ്മളെ
പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അവർ ചോദിക്കേണ്ടത്, എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഈ രണ്ട് കാര്യമാണ് പ്രധാനമായി സൂറത്ത് ഫാത്തിഹയിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഒന്ന്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. ഇത് ഉൾപ്പെടെ ഉള്ള ആയത്തുകൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ്, അള്ളാഹുവിന് സർവസ്വവും അർപ്പിക്കുകയാണ്. അങ്ങനെ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ പോകുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ചോദ്യമാണ്. 12ന്റെയും ഇടയിൽ ഓരോ മാലിക് യൗമിദ്ദീന്റെയും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിന്റെയും ഇടയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു ഹദിയ സമർപ്പിക്കുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദിയ സമർപ്പിക്കുന്നു. ഹദിയ സമർപ്പിക്കാൻ ഈ നിസ്കരിക്കുന്ന ഒരാൾ മാത്രമല്ല, ഞങ്ങളെല്ലാവരും കൂടി ആദം നബി അലൈഹിസ്സലാം മുതൽ ഇതുവരെ വന്ന അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും ഇബാദത്ത് നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു അല്ലാഹ്. ഞങ്ങളെല്ലാവരുടെയും സഹായ അഭ്യർത്ഥന അത് ഞങ്ങളെല്ലാവരും കൂടി നിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കുകയാണ് എന്നാണ് ഈ നിസ്കരിക്കുന്ന ഓരോ മനുഷ്യനും പറയുന്നത്. സമർപ്പിക്കുന്നതും ഒറ്റക്കല്ല, ഒറ്റക്കുള്ള അമലുമല്ല. എല്ലാവരുടെയും വിഭാഗത്ത് ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള എല്ലാവരുടെയും വിഭാഗത്ത്, എല്ലാവരുടെയും വിസ്തീർണത്ത്. അപ്പോൾ അതിന് മാത്രമുണ്ടാവും. അത് സ്വീകരിക്കപ്പെട്ടതും തള്ളപ്പെട്ടതും ഒക്കെ ഉണ്ടാവുമല്ലോ. എന്നാൽ ആ സ്വീകരിക്കപ്പെട്ടത് എല്ലാം കൂട്ടിച്ചേർച്ചപ്പോൾ പിന്നെ തള്ളപ്പെട്ടത് തള്ളൂല എന്ന നിലക്ക് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ എല്ലാവരുടെയും വിഭാഗത്ത് ഇത് സമർപ്പിക്കാൻ കുറേ ആളുകളോട് ഒരു ഹദിയ വാങ്ങി അത് കൊടുക്കാൻ ഒരാൾ പോവുകയല്ല, കൊടുക്കാൻ പോകുന്നത് എല്ലാവരും കൂടിയാണ്. ഇവിടെ എൻ്റെ അടുത്ത് ഒരു ഹദിയ കൊണ്ടുവരാണ്. മുസ്ലിമീങ്ങൾ എല്ലാവരും കൂടി ഒരു ഹദിയ കൊണ്ടുവന്നു. ഇവിടുന്ന് പഠിച്ചു പോയ എല്ലാ സഖാഫികളും കൂടി ഒരു ഹദിയ കൊണ്ടുവരുന്നു. ഒരു ഈത്തപ്പഴത്തിൻ്റെ കൊട്ട എന്ന് സങ്കല്പിക്കുക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ആരുണ്ട്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുണ്ട്, അതുപോലെ നമ്മുടെ എൻ്റെ നാട്ടിലെ പേരുന്നതിന് എളമരം സഖാഫിയുണ്ട്, മറ്റുള്ള എല്ലാ സഖാഫിമാരുമുണ്ട്, താഹങ്ങളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരു കൊട്ട ഈത്തപ്പഴം കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കുട്ടികളാണ് ഇത്. ഞങ്ങളെല്ലാവരും കൂടിയാണ് കൊണ്ടുവന്നത്. ഒറ്റക്കൊരാളത്ത് കൊടുത്തയക്കല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു നോട്ടമൊന്നുമില്ല. പുഴുക്കുത്തി ഉണ്ടോ അല്ലേ എന്ന് നോട്ടമൊന്നുമില്ല. എന്നാൽ വേഗം എടുത്ത് വെക്കുക എന്നത് അല്ലാതെ പിന്നെ അവിടെ നോട്ടമല്ല.
കാരണം കൊണ്ടുവന്നത് വലിയ വലിയ തൊക്കാഫികളുമുണ്ട്, ചെറിയ തൊക്കാഫികളുമുണ്ട്, സാധാരണക്കാർ കുറേ ആളുണ്ട്. കൊണ്ടുവന്നതാവട്ടെ എല്ലാവരുടെയും തോട്ടത്തിലുണ്ടായ ഈത്തപ്പഴവുമാണ്. അപ്പോൾ പിന്നെ ഇനി പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നോ രണ്ടോ ഒക്കെ അതിൽ പുൽക്കുത്തി ഉണ്ടാവുമെങ്കിലും അത് പരിശോധിക്കേണ്ട ആവശ്യമില്ല. വേഗം എടുത്ത് കൊണ്ടുപോയി വെക്കുന്നു, സ്വീകരിക്കുന്നു. അതുപോലെ ഒരാൾക്കൊരു മകൾക്ക് ഭർത്താവിനെ കിട്ടാൻ ആലോചിച്ച് നടന്നത് അവസാനം ഒരു പുതിയാപ്പിള കിട്ടി. നിക്കാഹ് കഴിച്ചതിന് ശേഷം പുതിയാപ്പിളൻ്റെ സൽക്കാരം വീട്ടിലേക്ക് പുതിയാപ്പിളയും 10 പേരും കൂടി വീട്ടിൽ വരും എന്ന് മുൻകൂട്ടി അറിയിച്ച് സുബ്ഹാനല്ലാ വന്നു നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ 2-3 ആള് ഈ വീട്ടുകാരന് പറ്റാത്ത ആളുകളാണ് ഉള്ളത്. അപ്പം അവിടെ 2-3 കാര്യം ചെയ്യാം. ഒന്ന്, ഈ പുതിയാപ്പനോട് പറയാം, ഈ ആളുകളെ കൊണ്ട് ഇങ്ങോട്ട് കയറണ്ട, നിങ്ങൾ അവരെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ട് കയറിക്കോളി എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു മനുഷ്യത്തുള്ള പുതിയാപ്പന കയറൂല. എൻ്റെ കൂടെ വന്ന കുറച്ച് ആളുകളെ മടക്കി അയക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ആരും വരാതിരിക്കാതുള്ളൂ. അങ്ങനെ ആയിക്കോട്ടെ, നീ വീട്ടുകാർ വെക്കുമോ, ആരും വരണ്ട, ആരെയും സ്വീകരിക്കണ്ട എന്ന്. കാരണം എത്രയോ ദിവസങ്ങൾ അന്വേഷിച്ച് ഒരു പുതിയാപ്പിള്ള കിട്ടിയതാണ്. അയാൾ പിണങ്ങിപ്പോകുന്നൊരവസ്ഥ ഈ വീട്ടുകാരൻ സ്വീകരിക്കുകയും ഇല്ല. അപ്പം എല്ലാവർക്കും കൂടി പോയിക്കോളെന്നും പറയില്ല, കുറച്ചാളുകളെ അങ്ങോട്ട് തിരിച്ചയക്കണമെന്നും പറയില്ല. പിന്നെ എന്താ, ഇവിടെ വന്ന എല്ലാവരെയും വീട്ടിലേക്ക് കയറ്റി ഇരുത്തി എല്ലാവർക്കും വെള്ളവും ചായയും കൊടുത്ത് സൽക്കരിച്ച് വിടുന്നു. മനസ്സിൽ ഇവരോട് ഇഷ്ടമായിട്ടില്ലെങ്കിലും അവരോടിപ്പോൾ ഈ നല്ല പുതിയാപ്പിള്ള കൂടെ വന്നത് കൊണ്ട് ഇവർ നല്ല മനുഷ്യന്മാർ തന്നെയാണ് എന്നുള്ള ഒരു ഭാവത്തിൽ സ്വീകരിച്ച് ഇരുത്തി വെള്ളവും ചായയും എല്ലാം കൊടുക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിപ്പിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിക്കാൻ വന്ന ആളുകൾ ആ ചോദിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്ന അധിക എല്ലാവരുടെയും വിഭാഗത്ത്, അതാണ് ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഞങ്ങൾ വിഭാഗത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത്. പാതര സമയത്ത് അത് നിസ്കരിക്കുന്നവരും ഇയ്യാക്ക നഅ്ബുദു എന്നാണ് പറയുന്നത്, അഅ്ബുദു എന്നല്ല. ഞങ്ങളുടെ ഭാഗത്ത്, ഞങ്ങളുടെ ത്യാഗം. അപ്പോൾ എല്ലാവരുടെയും ഭാഗത്ത് ഞങ്ങളെല്ലാവരും കൂടി സമർപ്പിക്കുന്നു പറഞ്ഞിട്ട് വല്ലാത്ത ഒരു വിഷയമാണ് ചോദിക്കേണ്ടത്. ഇതുവരെ അള്ളാഹുവിനെ മദഹ് ചെയ്ത് പ്രശംസിച്ച് അള്ളാഹുവിൽ സർവത്വം അർപ്പിച്ച് അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ എത്തിയതിൻ്റെ ശേഷം പിന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെല്ലാവരെയും മുസ്തഖീമായ വഴിയിൽ നീ ചേർത്ത് തന്നിട്ടുണ്ട്. ആ മുസ്തഖീമായ വഴിയിൽ തന്നെ നിലനിർത്തി ഞങ്ങളെ എല്ലാവരെയും ജീവിപ്പിക്കുകയും മരിക്കുന്ന സമയത്ത് ആ മുസ്തഖീമായ വഴിയിൽ തന്നെയായി ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണം അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ മുസ്തഖീമായ വഴി എന്ന് പറയുമ്പോൾ ഏതാണെന്ന് പറയുമ്പോൾ അത് ഖുർആനിൽ ഹദീസിലുള്ളത് പോലെ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അതിന് അല്ലാഹു തആല എന്ന് പറഞ്ഞു, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്ത ആളുകളുടെ വഴി എന്ന് നീ പറഞ്ഞു. അതാണ് നബിമാരുടെ വഴി. നബിമാരൊക്കെ തൗഹീദിന് ഒന്നാണ്. തൗഹീദിൽ നബിമാരുടെ ഒന്നും വ്യത്യാസമില്ല.
ഒരു ആലിമീങ്ങളെയും ഒരു മദ്ഹബിലെയും അടുത്ത് തൗഹീദിന്റെ വിഷയത്തിൽ ഖിലാഫ് ഇല്ല. ഫുറൂഇയായ ചില മസാലകളിൽ ഒന്നെടുക്കുന്നതിലും വെള്ളം ഉപയോഗിക്കുന്നതിലും ഇതൊക്കെയാണ് മദ്ഹബുകൾക്കിടയിൽ ചില ഖിലാഫുകൾ ഉള്ളത്. അതല്ലാതെ തൗഹീദിന്റെ വിഷയത്തിൽ 4 മദ്ഹബോ 8 മദ്ഹബോ 10 മദ്ഹബോ അല്ലെങ്കിൽ 1,24,000 മദ്ഹബോ ഇതൊന്നുമില്ല. എല്ലാവരുടെയും തൗഹീദും ഈമാനും ഒന്നു തന്നെയാണ്. അത് യാതൊരു മാറ്റവും ഇല്ല. അത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അത് നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് വേറെ ആയത്തിൽ ഉപയോഗിച്ച അമ്പിയാക്കളുടെ വിശ്വാസം, സിദ്ദീഖുകളുടെ വിശ്വാസം, അതുപോലെ മറ്റ് ശുഹദാ സാലിഹീങ്ങൾ അവരുടെ വഴി അവരെങ്ങനെയാണ് കണ്ടത്, നിങ്ങൾ അതുപോലെ കണ്ടോളി എന്ന് നമ്മളോട് പറഞ്ഞതല്ലാണ്ട് ഖുർആൻ ഉദരത്തിലുള്ളതുപോലെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അപ്പം സാധാരണക്കാരായ നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടി അല്ലാഹു തആല നമ്മളോട് പറയുന്നു, നിങ്ങൾ ഞാൻ ഇവിടെ അയച്ചിട്ടുള്ള അമ്പിയാക്കന്മാരും ഔലിയാക്കളും സുഹൃത്തും വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിച്ചോളി, നിങ്ങൾ അവൻ കണ്ടതുപോലെ കണ്ടോളൂ എന്നാണ് ഈ പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം. അത് അള്ളാഹുവിനോട് ചോദിക്കാനാണ് നമ്മളെ അള്ളാഹു തആല പഠിപ്പിച്ചിരുന്നത്. തഅലീമുൽ മസ്അലത്ത് എന്ന സൂറത്തിൽ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പിന്നെ അവരുടെ വഴി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുക നല്ല വഴിയാണ്, ഹിദായത്തിൻ്റെ വഴിയാണ്. ഇഹ്ദിന എന്ന് പറയുന്നത് ആ ഹിദായത്തിൻ്റെ വഴിയാണ്. എന്നിട്ട് പിന്നെയും വൈറിൽ മൗലൂബി അലൈഹിം വലദ്ദാലിൻ, അള്ളാഹുവിൻ്റെ ദേശത്തിന് പാത്രീബോധരല്ലാത്തവരും വഴിവേക്കാത്തവരും. ഇവിടെ 2 വഴിയല്ലാതെ മൂന്നാമതൊരു വഴി പിന്നതില്ല. അതിൻ്റെ തഫ്സീറൊന്നും നോക്കി കിടക്കണ്ട. ഈ മൗലൂബ് അലൈഹിം ആരാണ്, വാലിൻ ആരാണ് എന്ന് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മുത്താലിമികളോടാണ് ഞാൻ പറയുക. പ്രത്യേകിച്ച് ഇത് ഏത് ദൃഷ്ടിയിലാണ് മുത്തദീങ്ങൾ എന്നുള്ളത്, ഏത് ദൃഷ്ടിയിലാണ് വൈറു മുസ്ലിം എന്നുള്ളത് ഇതൊന്നും അവിടെ തഫ്സീറേ നോക്കേണ്ട ആവശ്യമില്ല. ആകെ 2 വഴിയാണ്. ഒന്ന് അള്ളാഹു പൊരുത്തപ്പെട്ട വഴി, മറ്റൊന്ന് അള്ളാഹു പൊരുത്തപ്പെടാത്ത വഴി. ഈ 2 വഴിയല്ലാതെ അതിനിടയിലൊരു വഴിയില്ലല്ലോ. അപ്പോൾ വൈറിൽ മൗലൂബി അലൈഹിം അള്ളാഹു പൊരുത്തപ്പെടാത്ത വെറുക്കപ്പെട്ട ആളുകളുടെ വഴി അല്ല. വലദ്ദാലിൻ പിഴച്ചുപോയവരുടെ വഴി അല്ല. അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. ആ വഴിയിൽ ഞങ്ങളെ ജീവിപ്പിച്ച് ആ വഴിയിൽ തന്നെ നിലനിർത്തി അവസാനം മരിക്കുന്ന സമയത്ത് ആ വഴിയിലായി തന്നെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം. അത് വേറെയും ആയത്തുകൾ കൊണ്ടൊക്കെ ഈ അർത്ഥം പഠിപ്പിച്ചിട്ടുള്ളതൊന്നും ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വിവരിക്കുന്നില്ല, എനിക്കോട് കഴിയുമില്ല. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ദ്വാരക്കുന്നതാണ്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, നീ ഞങ്ങളെ ഹിദായത്താക്കിയിട്ടുണ്ട് അള്ളാഹ്, അതിൻ്റെ ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങും ഇങ്ങും പോലെ തെറ്റുന്ന ഹൃദയമാക്കല്ലേ അള്ളാഹ് എന്ന് നമ്മളെല്ലാവരും ദുആ ചെയ്യും. എത്രയോ അനുഭവങ്ങളും തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. വലിയ വലിയ ആളുകൾ അവരെ വാദത്തിൽ നിന്ന് പിന്മാറുകയും പിന്നീട് വഴിപഴിച്ചു പോവുകയും ചെയ്തവരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അക്കൂട്ടത്തിലൊന്നും ഞങ്ങളെ പെടുത്താതെ നിങ്ങളെ ഈമാൻ സലാമത്താക്കി മരിപ്പിച്ചിടണമെന്നാണ് ഈ ദുആഇൻ്റെ ആകത്തുകയുള്ളത്. അപ്പം അതുകൊണ്ട്
അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്താണ്, ആരാണ് എന്ന് പ്രത്യേകമൊന്നും പഠിപ്പിക്കേണ്ടതില്ല. സുന്നത്ത് റസൂലില്ലാഹി സുന്നത്തി സ്വഹാബ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തും സ്വഹാബത്തിൻ്റെ സുന്നത്തും. എന്താ അങ്ങനെ പറയുന്നത്? അത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ പ്രിയം വെക്കുന്നു എങ്കിൽ ഫത്തബിഊനി, എന്നോട് പിൻപറ്റണം എന്ന് തങ്ങൾ പറഞ്ഞു കൊടുക്കും, തങ്ങളോട് പിൻപറ്റണം. വേറെ ആയത്തിൽ സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന ഇത്തബഊഹും, അവിടെ അങ്ങനെയാണ് പറയുന്നത്. മുഹാജിറുകളും അൻസാറുകളുമായ മുഴുവൻ സ്വഹാബത്തും വല്ലദീന ഇത്തബഊഹും, അവിടെ വല്ലദീന ഇത്തബഊ നബിയ്യ എന്നല്ല, സ്വഹാബത്തിനോട് പിൻപറ്റിയവർ. ആദ്യത്തെ ആയത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഇത്തിബാ ചെയ്യേണ്ടത് ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. ഈ ആയത്തിൽ പറയുന്നത് വല്ലദീന ഇത്തബഊഹും, ആ സ്വഹാബത്തിനോട് പിൻപറ്റിയവർ. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ പൊരുത്തപ്പെട്ടു. വറളു അൻഹു, അള്ളാഹുവെ അവർ പൊരുത്തപ്പെട്ടു. അപ്പൊ ഈ ആയത്തിൽ സ്വഹാബത്തിനോട് പിൻപറ്റാനും മറ്റൊരായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിൻപറ്റാനും പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, സ്വഹാബത്തിൻ്റെ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി തന്നെയാണ്, അവിടുന്ന് പഠിപ്പിച്ച വഴിയാണ്. അതാണ് മക്ക മുശ്രിക്കീങ്ങളോട് വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസു, സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് ആ മക്ക മുശ്രിക്കുകളോട് പറയപ്പെട്ടാൽ ഖാലൂ, അവർ ചോദിക്കുന്നു, അനുമിനു കമാ ആമന സുഫഹാഉ, ഈ വ്യക്തികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? അതൊരിക്കലും ഞങ്ങളെ കിട്ടൂല എന്ന് അവർ പറയും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടിയായിട്ട് പറഞ്ഞു, അലാ ഇന്നഹും ഹുമുസ്തഫാഉ, അവരാണ് വ്യക്തികൾ, ഈ പറയുന്ന ആളുകളാണ് വ്യക്തികൾ, സ്വഹാബത്ത് വ്യക്തികൾ അല്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അപ്പോ ആ സ്വഹാബത്ത് എങ്ങനെ നടന്നു അതുപോലെ നടക്കാനാണ് നമ്മളോട് കൽപ്പിച്ചത്. സ്വഹാബത്തിൻ്റെ വഴി എങ്ങനെ കിട്ടണമെന്ന് ഖുർആനിൽ വദു എടുക്കുന്ന കാര്യം, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസിക്കും വഅർജുലിക്കും, അല്ലെങ്കിൽ വാർത്തലക്കും രണ്ടൂത ഇലൽ കഅബൈൻ എന്ന് പറയുമ്പോൾ കൈ മുട്ട് വരെ കഴുകണമെന്നുണ്ട്. ഈ കൂടിയ ആളുകൾ എല്ലാവരും ഒരു 10 ആലിമിനോട് ചോദിച്ചു നോക്കി, ഇപ്പം എത്ര ആലിമ്യങ്ങളുണ്ടാവും? ഇവിടെ കൈ വിരൽ കൊണ്ട് തുടങ്ങണം എന്നാണ് എവിടെയെങ്കിലും ഉണ്ടോ? പോകാൻ ഇല്ല. നിങ്ങൾ കൈ കഴുകണം, മറാഫിക്ക് മുട്ട് വരെ. എവിടുന്നാണ് തുടങ്ങേണ്ടത്? അത് ചുമലിൽ നിന്ന് തുടങ്ങിയിട്ട് മുട്ട് വരെ എന്നും ആവാം, വിരലിൽ നിന്ന് തുടങ്ങിയിട്ട് മുട്ട് വരെ എന്നും ആവാം. പക്ഷേ جاء رجل إلى عثمان رضي الله عنه وقال كيف كان وضوء رسول الله صلى الله عليه وسلم؟ فدعا بماء وتوضأ ثم قال هكذا رأيت رسول الله صلى الله عليه وسلم يتوضأ. ഒരാൾ വന്നിട്ട് എങ്ങനെയായിരുന്നു ഒന്നു എടുക്കേണ്ടത്, റസൂൽ ഒന്നു എടുത്തത് എങ്ങനെയാണ്
എന്ന് ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരണം എന്ന് വന്നിട്ട് സ്വഹാബത്ത് വന്നപ്പോൾ അഫ്ഫാൻ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളം കൊണ്ട് ഒന്നുകൊടുത്ത് ചെയ്ത് കാണിച്ചു. അപ്പോൾ കാണിച്ചു കൊടുത്തപ്പോൾ 7 മുതൽക്കാണ് കഴുകിയിട്ടുള്ളത്. അപ്പോൾ ഈ ആയത്തിനർത്ഥം ഇരൽ മറാപ്പറ്റി മുട്ട് വരെ എന്ന് പറഞ്ഞാൽ അത് തുടങ്ങേണ്ടത് 2 മുതൽക്കാണ് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് കിട്ടി. പിന്നെ വീട്ടിൽ പോയി നോക്കുമ്പോൾ ഉമ്മ ഒതുവെടുക്കുന്നത് അങ്ങനെ തന്നെ, ബാപ്പ ഒതുവെടുക്കുന്നത് അങ്ങനെ തന്നെ, കയ്യിൻ്റെ മേലെ മുതൽ മുട്ട് വരെ. മദ്രസയിൽ പോയി നോക്കുമ്പോൾ ഉസ്താദ് ഒതുവെടുക്കുന്നതും അങ്ങനെ തന്നെ. എല്ലാ ആളുകളും ഈ കൈ മുട്ട് വരെയെന്ന് പറഞ്ഞതല്ലാതെ അത് എവിടെ നിന്ന് കൂടുതൽ പറഞ്ഞിട്ടില്ലെങ്കിലും സർവ്വ ആളും ഒതുവെടുക്കുന്നത് എവിടെന്നാണ്? വിരൽ മുതൽക്കാണ്. ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി സ്വഹാബത്തിൻ്റെ വഴി എന്നതാണ് ഒതുവെടുക്കുന്നതില്ലെന്ന് മനസ്സിലായി. മാത്രമല്ല ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. الله تعالى قال ومن يشاقق الرسول من بعد ما تبين له الهدى. ഹിദായത്ത് വ്യക്തമായതിന് ശേഷം ആരെങ്കിലും റസൂലുള്ളാഹിക്ക് എതിർപ്പിച്ചാൽ മുഅ്മിനീങ്ങൾ പരമ്പരാഗതമായി നടന്നു വന്ന വഴി അല്ലാത്ത പുതിയ ഒരു വഴിയോട് പിൻവറ്റുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവൻ പ്രവർത്തിച്ചത് നാം അവനെ കൊണ്ട് വഹിപ്പിക്കും. വനുസ്ലിഹി ജഹന്നം, ജഹന്നം എന്ന നരകത്തിൽ നാം അവനെ ഇട്ട് കരിക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ മുഅ്മിനീങ്ങളുടെ വഴി എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി ആ വഴി അനുസരിച്ച് പോകുമ്പോൾ സഹാബത്തിലേക്ക് എത്തുന്നു. സഹാബത്തിൻ്റെ മനസ്സിലാക്കുമ്പോൾ അത് റസൂലുള്ളാഹിയിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഇതാണ് അല്ലാഹുവിൻ്റെ വഴി എന്ന് അല്ലാഹു നമുക്ക് നമ്മളോട് കൽപ്പിച്ച വഴി എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അങ്ങനെ അതാണ് അഹ്ലു സുന്നത്തി ഐ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ജമാഅത്തി ഈ ജമാഅത്ത് സഹാബത്തി, സഹാബത്തിൻ്റെ ജമാഅത്ത്, സഹാബത്ത് എന്ന ആ ജമാഅത്ത് അവരുടെ സുന്നത്തും ഇത് രണ്ടും കൂടി കൂട്ടി പറയുന്നത് അതാണ്. സഹാബത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്നാണ് നമുക്ക് റസൂലുള്ളാഹിയുടെ പ്രവൃത്തി മനസ്സിലായത്. അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൽ നിന്ന് മനസ്സിലാക്കി. അങ്ങനെ റസൂലുള്ളാഹിയിൽ നിന്ന് സഹാബത്ത് മനസ്സിലാക്കി. وإذا قيل لهم اتبعوا ما أنزلنا وإذا قيل لهم اتبعوا ما أنزل الله, അല്ലാഹു തആല ഇറക്കി വന്നതിനോട് നിങ്ങൾ പിൻപറ്റണം എന്ന് കുഫാറുകളോട് പറയപ്പെട്ടാൽ കാലു അവർ പറയും ബൽ നത്തബിഉ മാ അൽഫൈന ആബാഅന, ഞങ്ങളെ ഉമ്മയും ബാപ്പയും ഞങ്ങളെ ഉപ്പാപ്പമാർ ബാപ്പുപ്പമാർ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് മുശ്രിക്കുകൾ പറയും. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നത് അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പൂർവികരായ ആബാദ് ഹിദായത്തില്ലാത്ത ഒരു വിവരവുമില്ലാത്ത ആളുകളായിട്ട് അവർ നിങ്ങൾ പിൻപറ്റുകയാണോ? ഒരിക്കലും പിൻപറ്റാൻ പാടില്ല
അതേ സമയത്ത് സ്വഹാബത്തിനോട് പിൻപറ്റാൻ പറയുമ്പോൾ അവർ മറ്റുകളാണ് അവർക്ക് ഈ കൗമ തള്ളിക്കളയുകയുമാണ്. ആകയാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ആ സ്വഹാബത്തിൽ നിന്നും താബിഈകളായി പരമ്പരാഗതമായി നമ്മുടെ ഉലമാക്കൾ 4 മദ്ഹബിന്റെ ഇമാമുകളും അല്ലാത്തവരുമായ ഇമാമുകൾ പഠിപ്പിച്ചു തന്നതുമായ വിശ്വാസം 4 മദ്ഹബിന്റെ ഇമാമുകൾക്കിടക്ക് അഖീദയിൽ യാതൊരു വ്യത്യാസവുമില്ല. കഴിഞ്ഞുപോയ ഒരു കക്ഷിക്കും അഖീദയിൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരുടെയും അഖീദ ഒന്ന് തന്നെയാണ്. പിന്നെ അതിൽ നിന്ന് തെറ്റിപ്പിരിച്ചു പോയ പല പാർട്ടികളും എടുത്തു തിരിച്ച് റാഫിളത്ത് അങ്ങനെ തുടങ്ങിയിട്ട് പല പാർട്ടികളുണ്ട്. അവരൊക്കെ തുച്ഛം പാർട്ടികളാണ്. ആ പാർട്ടികളൊന്നും പഠിക്കാതെ ഈ 4 മദ്ഹബിന്റെ ഇമാമുകളും അതുപോലെ അറിയപ്പെട്ട 6 ഖുത്ബുകളും ആ ഖുത്ബുകളൊക്കെ നടന്ന് കാണിച്ചു തന്ന വഴി, ആ വഴിയാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു.